മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം മസാല തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മഷ്റൂമിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ കളഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ അത് നമുക്ക് കളയാനായിട്ട് പറ്റും. ഇതിൻ്റെ മുകളിലുള്ള ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതി. ഇനി ഇതുപോലെ ഇതിൻ്റെ താഴേക്കുള്ള ഭാഗം കൂടി ക്ലീൻ ചെയ്തെടുക്കാം. മഷ്റൂം എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. മഷ്റൂം എല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്കയും 2 ഗ്രാമ്പും 1 കഷ്ണം പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് സവാള വഴറ്റാം. ഉപ്പ് ചേർത്തിട്ട് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. 12 കാഷ്യൂ നട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കാൻ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഫെന്നൽ പൗഡർ, അതായത് വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. പിന്നെ ഒരു തക്കാളിയുമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിത് ചേർത്തിട്ടുള്ള വഴറ്റിയെടുക്കുന്ന വീഡിയോ ആ ഒരു ഭാഗം മാത്രം ഞാനിത് എടുത്തപ്പോൾ അത് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് അതെനിക്കിവിടെ ചേർക്കാൻ പറ്റാത്തത്. ഇത് ഞാൻ പൊടികളെല്ലാം ചേർത്ത് തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാലയെല്ലാം മഷ്റൂമിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് പോലെ വേണം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഷ്റൂമിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. മഷ്റൂം വേകാനായിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മഷ്റൂമിൽ തന്നെ ധാരാളം വെള്ളം ഉള്ളതാണ്. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ അത് വെന്തോളും. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് ആണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മഷ്റൂം ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട്. അതിൽ തന്നെയുള്ള വെള്ളം കൊണ്ട് തന്നെയാണത് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രേവി ആവശ്യമുള്ള അനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള വെള്ളം ചേർക്കാം. ഇനി ഇത് ഒന്ന് തിളച്ച് വരുന്നതിനായിട്ട് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ നന്നായിട്ടിത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റാണ്. കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് ചേർക്കുമ്പോൾ കറി നല്ല തിക്കായിട്ട് കിട്ടും. ഇനി കാഷ്യൂ നട്ട്സ് പേസ്റ്റ് അല്ല നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നോൺ വെജ് കഴിക്കാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. ഇപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മഷ്റൂം മസാല നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് കറി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്കും ഞാൻ അല്പം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.